ഞാനിത് കാണുന്നുണ്ടല്ലോ അല്ലെ. എന്തിനെങ്കിലും ഒരു ജന്മം എന്നെ കൂടെ അങ്ങനെ വിളിച്ചോളെ. അമ്മച്ചിക്ക് അറിയാണ്ടിരിക്കാനല്ലേ ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കണം. അമ്മച്ചി പറഞ്ഞിട്ടല്ല ഞാനിങ്ങനെ. എന്നിട്ടിപ്പ എല്ലാരും കൂടി എന്നെ ഈറ്ററപ്പായി ആക്കിയില്ലേ. മോളെ, അമ്മനേച്ചിക്ക് എങ്ങനെയുണ്ട്? അല്പ ആശ്വാസമായിട്ടുണ്ട്. റപ്പായിട്ടിന് ഇന്ന് ആശുപത്രി കൊണ്ടുപോയിരിക്കുക. ആ, ഏർപ്പായി ഉള്ളതുകൊണ്ട് ഒരാശ്വാസായില്ലേ. അതെ മോളെ, ആ തൊമ്മി മുതലാളിക്ക് മോളോടൊരു താല്പര്യം ഉണ്ട് ട്ടാ. അയാൾക്ക് ആരുടെ താല്പര്യം ഇല്ലാത്ത കണ്ടേ തുണി ചുറ്റി വെച്ചാ മതി, അവിടെ നോക്കി നിൽക്കും. ഓ, ഞാൻ പറഞ്ഞൂന്നേ ഉള്ളൂ. അതെ, ഈ കാണുന്ന ചേലൊന്നും എപ്പോഴും ഉണ്ടാവില്ല. അതിനു മുമ്പ് ആണൊരുത്തരെ കണ്ടെത്തണം. അല്ലെങ്കിൽ ത്രേസ്യെ പോലെ എന്താ ഒരു കുഴപ്പം? ഓ, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്കെന്താ, ഒരാളെങ്കിലും രക്ഷപ്പെട്ടോട്ടെന്ന് വെച്ചിട്ടാ. അത് രണ്ടും കൂടി എന്നെ തിന്നാൻ വരും. ഓ, അനുഭവിക്കും. എടാ കേശു, നല്ല കടുപ്പത്തിലൊരു ചായ ഇങ്ങോട്ട് എടുത്തേ. അല്ല നാരായണേച്ചി, എന്തേ നിങ്ങളുടെ മോൻ രാമുവിനെ കണ്ടിട്ട് 2-3 ദിവസമായില്ല. അതെ, എന്റെ മുഖത്ത് എന്താ കണ്ണില്ലേ? എന്തേ ഇതാ അങ്ങോട്ട് നോക്കി, എന്തുട്ടാ കിടക്കണേന്ന്. പോളേണത് കണ്ടില്ലേ നീ? ആശുപത്രി പോയപ്പോ ഡോക്ടർ എന്താ പറഞ്ഞേ? ശരിയാകുമെന്നാ പറയണേ, പക്ഷെ കാശ് ഒരുപാടാവും. ത്രേസ്യച്ചി ആകെ വിഷമത്തിലാ. വിഷമിക്കണ്ട, കർത്താവൊക്കെ കാണുന്നുണ്ടല്ലോ. രണ്ടാളും കൂടി എവിടെ പോയിട്ടാ? സാറ ചേച്ചിയുടെ അടുത്തൊരു ബ്ലൗസ് തയ്ക്കാൻ പോയതാ. ആരാ ഇത്? ജോർജേട്ടനാ? ആ മോളെ, ഏർപ്പായിട്ടൻ വീട്ടിലില്ലേ? ഇല്ല, പള്ളി കാണും. ജോർജേട്ടൻ പള്ളിയിലേക്കാ? ജോർജേട്ടന് ചേട്ടല്ലേ ഇത്? മോളിവിടെ നിക്ക. എന്താ ജോർജ് കുട്ടിയെ, എന്താ പറ്റിയേ? കടുപ്പത്തിലൊരു ചായ. പിന്നെ തരാം. ഒരു 200ന്റെ കുറവുണ്ട്. കുറെ 200 ആയാ തെല്ലോളം കായി ആയി. മാപ്പാക്കണം. അവിടെ ചായ സ്ട്രോങ് അല്ലേ? നീ ആരെന്നാണ് എന്റെ വിചാരം? നിന്നോടാണോ എന്റെ കളി? എടാ നാറി, ഇനി ഏതും പോരാത്ത അയാളുടെ നെഞ്ചത്തോട്ടാ കയറ്റം. എന്താടി മോളെ, സായിപ്പ് മുതലാളിക്ക് നിന്നെ ഒരു നോട്ടം. തള്ളക്ക് ഈ പരിപാടിയും തുടങ്ങിയോ? ഈ നേരത്തൊക്കെ കൊച്ചേട്ടനെ വീട്ടിൽ കാണാന്ന് പറഞ്ഞാ ഭയങ്കര അത്ഭുതം. അത് പിന്നെ എന്റെ മേരിക്കുഞ്ഞിനെ കാണാൻ വേണ്ടി കൊച്ചേട്ടൊന്ന് ഒഴിവെടുത്തല്ലേ? ഓ, ഒഴിവെടുക്കുന്ന ആളെ കണ്ടില്ലേ? അതല്ല മോളെ, പൗലോ സാറും ഭാര്യയും കൂടെ കുരിശുമല കയറാൻ പോയിരിക്കാ. അപ്പൊ പിന്നെ ആ കൂട്ടത്തില് കൊച്ചേട്ടനും പോയായിരുന്നില്ലേ? നല്ല കാര്യായി. കുരിശുമലയുടെ താഴെ ചെല്ലുമ്പോ കർത്താവ് മോളിയും നോക്കും. എന്നെ കാണുമ്പോ തന്നെ കർത്താവ് അവിടുന്ന് ഓടും. കൊച്ചേട്ടൻ പിന്നെ കുരിശുമലയുടെ താഴത്ത് നിന്ന് കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ എന്നൊക്കെ പാടേണ്ടി വരും. വർക്കിച്ചു വരണ്ടല്ലോ.
കേശുവിന്റെ കട ചെന്നപ്പോ അവിടെ ഇല്ല, എന്നാ പള്ളി ചെന്നപ്പോ അവിടെ ഇല്ല. ഇപ്പൊ ഇവിടെ ഇരിക്കണു. ഞാൻ പറയണത് ദൈവം ഉണ്ടെന്ന്. എന്താണ്ടർപ്പയ്യേ, ഈ പെണ്ണിന്റെ കല്യാണം ആയില്ലേ? ഓ അതൊക്കെ നടക്കും. വർക്കിച്ചിന് എന്ത് വഴിക്ക്? ആ പിന്നെ അർപ്പയ്യേ, നമ്മളെ വല്യറമ്പിലെ കുഞ്ഞച്ചന്റെ മോളുടെ മനസ്സമ്മത ഒരു 10-25 ബിരിയാണി ഉണ്ടാക്കണം. ചിക്കനാട്ടാ. എന്റെ കൂടെ ഉണ്ടായിരുന്ന ശീമോനാച്ചാ അവന്റെ അമ്മയുടെ ആണ്ടാത്രേ. ഒരു കൈസഹായത്തിന് എർപ്പായി എന്റെ കൂടെ വന്നാ അതിനിപ്പോ എന്താ, ഞാൻ വരാലോ. പക്ഷെ ഒരു കാര്യണ്ട്, 25 ആളെ ബിരിയാണി എന്നുള്ളത് 30 ആൾക്ക് ആക്കണം. അതിന് വർക്കച്ചിന്റെ ചിത്രം കാണിക്കരുതേ. ആ അറിഞ്ഞില്ലേ പറഞ്ഞില്ല എന്ന് വേണ്ട. കുഞ്ഞേ കൊച്ചാട്ടം പോവാട്ടാ. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും. ഈ തീക്കൊക്കെ ഒന്നൊരു പുകയുണ്ടപ്പോ. തീക്ക് പിന്നെ പുകയിലാണ് പൂക്കാറുണ്ടാവാ. എന്തൊക്കെ പറഞ്ഞു ചെവിയെ? വർക്കിച്ചോ, ഈ ബിരിയാണി കലക്കൂട്ടാ, നല്ല മണം വന്നിട്ടുണ്ട്. അത് പിന്നെ പറയണ്ട. ഈ തൃശ്ശൂരിലെ വർക്കിച്ചിന്റെ ബിരിയാണി എന്ന് പറഞ്ഞാ ഒരു 1.5 ബിരിയാണി തന്നെയാ. പിന്നെ കേട്ടുണ്ട് സബോളക്ക് എനിക്കൊന്നുമില്ല. സബോളക്ക് വേദനിക്കില്ല, പക്ഷെ എനിക്ക് വേദനിക്കും. കണ്ട നിന്നെ പണിക്ക് വെച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ. ഇവിടെ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, എവിടെ എങ്ങോട്ട് പോയത്? ഇങ്ങോട്ട് വന്നേ, ഇതൊക്കെ കൊണ്ടുപോയി കഴിക്കച്ച് വേഗാട്ടെ. പയ്യെ അടി പിടിക്കാൻ നോക്കട്ടാ. ആരടി പിടിക്കാൻ? അടി പിടിക്കുന്നേ. എന്തായാലും നിന്റെ അടി പിടിക്കാൻ പോണില്ല. പണ്ടൊക്കെ സദ്യയായിരുന്നു, ഇപ്പൊ മിണ്ടിയ ബിരിയാണിയാ തന്നെ. പയ്യെ ആളുകളൊക്കെ വന്നു തുടങ്ങിടാ. ഞാൻ ഒന്ന് മേക്കഴുകിട്ട് മാറിയിട്ട് വരാം. ആളുകൾ വരുമ്പോ വിളമ്പി കൊടുക്കണ്ടല്ലേ. കൊഴപ്പില്ല, വർക്കിച്ച് പോയിട്ട് വാ. ഞാൻ ഇവിടെ ഇല്ലേ. നീ ഇവിടെ കിടന്ന് ഉറങ്ങല്ലേട്ടാ, വല്ല പട്ടിമൂച്ച് കയറാണ്ട് പോയിക്കോ. വന്നേ, ഞാനിവിടെ ഉള്ളപ്പോ ഏത് പട്ടിപ്പൂച്ച് തന്നെ വർക്കിച്ച. ആ ജോണിക്കുട്ടി നീ നേരത്തെ എത്തിയോ? ഇപ്പൊ എത്തിയുള്ളൂ. ബിരിയാണി കാലയോ? ബിരിയാണി അപ്പോഴേ റെഡി അല്ലേ? എടുക്കാല്ലേ? പയ്യേ റെഡി അല്ലേ? പയ്യേ സാധനങ്ങളൊക്കെ എടുത്തോ. ആ മോനെ, എന്നോട് തന്നെ ഈ ചതി ചെയ്തില്ലടാ. എന്താ മറുപടി ഈ പട്ടിക്ക് തീറ്റാൻ എന്നിട്ട് ഈ തന്റെ എന്നോട് കാണിച്ചില്ലേ? എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു,
നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലായിരുന്നു, കാരാഗൃഹത്തിലുമായിരുന്നു. നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല.